നമസ്കാരം. ട്രോളിംഗ് നിരോധനവും കാലവർഷ വ്യതിയാനവും കാരണം ടൺ കണക്കിന് പഴകിയ ഇറച്ചി മത്സ്യവുമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി കടന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഐസിൽ പൊതിഞ്ഞാണ് എത്തുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധനകൾ നിലച്ചതും ഇതിന് സഹായമായി. പഴകിയതും മാസങ്ങൾ കഴിഞ്ഞതുമായ കടൽ മത്സ്യവും ബീഫും മറ്റ് ഇറച്ചികളുമാണ് ഐസിൽ പൊതിഞ്ഞ് നാട്ടിൻപുറങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്ഷ്യ വിഭവങ്ങളുടെ പരിശോധനയ്ക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ച് ആരോഗ്യവകുപ്പിന്റെ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒന്നും പരിശോധന നടത്തുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഒഴിവു ദിവസങ്ങളിൽ വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്ന ബീഫിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ യാതൊരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ല. ഇതിൽ അസുഖം ബാധിച്ച എത്ര പശുക്കളുണ്ടെന്നോ കശാപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ ആരോഗ്യവകുപ്പിന്റെ കൈവശമില്ല. കേരള തമിഴ്നാട് അതിർത്തി കടന്ന് നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും മത്സ്യ മാംസാദികൾ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ തിരക്കുകൾ വർദ്ധിച്ചെങ്കിലും പരിശോധനകൾ പേരിന് മാത്രമേ ഉള്ളൂ. നഗരങ്ങളിൽ മാംസാവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ബീഫും മട്ടനുമൊക്കെ ചിക്കനുമൊക്കെ പാചകത്തിന് അനുസൃതമായി വെട്ടി തയ്യാറാക്കി കൊണ്ടുവരുന്നതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഇവ എപ്പോഴാണ് തയ്യാറാക്കിയതെന്നോ പഴക്കം എത്രയെന്നോ അറിയാതെ ചില്ലറ വിപണിയിൽ വാങ്ങി വിൽക്കുന്നവരുമുണ്ട്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും. ബീഫ്, മട്ടൻ, ചിക്കൻ എന്നിവ കശാപ്പ് ചെയ്ത് നിശ്ചിത മണിക്കൂറുകൾ മാത്രമേ വിൽക്കപ്പെടാനും ഉപയോഗിക്കാനും പാടുള്ളൂ എന്ന നിയമാനുസൃതമായ കാര്യങ്ങൾ ജനവിഭാഗത്തിന് പറഞ്ഞ് മനസ്സിലാക്കാനോ കച്ചവടക്കാരെ ബോധവൽക്കരിക്കാനോ ഹെൽത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് ടൺ കണക്കിന് പഴകിയ മത്സ്യങ്ങളാണ് സംസ്ഥാനത്തേക്ക് കടത്തുന്നത്. അതിർത്തിയായ കളിയിക്കവിള, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന നടത്തുന്നുണ്ടെങ്കിലും എല്ലാം കൈക്കൂലിയിൽ ഒതുക്കി വിടുന്നു. നാളുകൾ കഴിഞ്ഞ മത്സ്യങ്ങളും മാംസങ്ങളും ഭക്ഷിക്കുന്നത് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും കാരണമാകും. അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കും.